മിഷണറി പ്രവർത്തനം തടയപ്പെടുന്നുവെന്നതും മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്നുവെന്നതും കേവലം വിശ്വാസപരമായ പ്രശ്നമല്ല, ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധിയാണ്. കന്യാസ്ത്രീകളും പുരോഹിതരും തുറങ്കിലടയ്ക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ നാം കാണേണ്ടത് കേവലമായ വിശ്വാസപരമായ കാര്യമല്ല, ഭരണഘടന തന്നെയാണ് തടവിലാക്കപ്പെടുന്നത്. ഇത്തരം ശ്രമങ്ങളൊന്നും സഭയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ലെന്നും സഭയുടെ പ്രവർത്തനത്തെ തടയാൻ ലോകശക്തികൾക്ക് സാധ്യമല്ലെന്നതും നാം മനസ്സിലാക്കണം. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമേടിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. രാജ്യത്താകമാനം ചർച്ചയാവുകയാണ് ക്രൈസ്തവ മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്നത്. വിശ്വാസികൾ ഇന്ത്യയിലെമ്പാടും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിന്റെ ചർച്ചയ്ക്കിടയിൽ കടന്നു വരുന്നത്. ഒന്ന്, ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടാൻ ശക്തമായി പ്രതികരിക്കണം, എതിർക്കണം. കേവല സമരങ്ങളെക്കുറിച്ചല്ല, അവരെ നേരിട്ട് തോൽപ്പിക്കണം, പടവെട്ടുന്ന രീതിയിലേക്ക് പോകണം എന്ന പ്രയോഗങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ കീഴെ വന്ന ഒരു കമന്റിൽ 1 മക്കബായർ 2:29 മുതൽ 49 വരെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്നത്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് പ്രവർത്തിക്കൂ. മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നത് ആ കാലത്ത് ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തോൽപ്പിക്കാൻ ഇസ്രായേൽ ആയുധമെടുക്കുന്നതായിട്ടാണ്. ഇത് നിങ്ങൾ കേട്ടു പഠിക്കൂ. നമ്മുടെ വഴി അതല്ല. നമ്മുടെ വഴി സ്നേഹത്തിൻ്റെതാണ്. പഴയ നിയമത്തിന്റെ ഇത്തരം ദുശാഠ്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല ക്രൈസ്തവർ. പഴയ നിയമം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നമ്മൾ എടുക്കും. അതേസമയം തന്നെ പഴയ നിയമത്തെ പോലെ ഗോത്രീയമായ സ്വഭാവത്തോടെ ആക്രമണോത്സുകമായി മുൻപോട്ട് പോകാനല്ല തിരുസഭയുടെ കാഴ്ചപ്പാട്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സഭ സ്നേഹമാണ് പ്രഘോഷിക്കുന്നത്. അത് യുദ്ധം ചെയ്തുകൊണ്ടല്ല, സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടുമാണ് ഈ ലോകത്തെ നേരിടുന്നത്. സ്നേഹത്തിൽ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് പരമപ്രധാനം. അതാണ് സഭയുടെ കാഴ്ചപ്പാട്. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ക്രിസ്തുവിൽ പൂർത്തീകരണം സംഭവിച്ച വിശ്വാസത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് അടർത്തിയെടുത്തിട്ടല്ല. രണ്ടാമത്തെ ഒരു ഭാഗം, നമ്മൾ എന്തിനാണ് ഈ മതപരിവർത്തനവുമായിട്ട് പോകുന്നത്, അതല്ലേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നവരാണ്. വാസ്തവത്തിൽ സഭ മതപരിവർത്തനം എന്ന ലക്ഷ്യത്തോടെ അല്ല പ്രവർത്തിക്കുന്നു. പ്രേക്ഷിത ദൗത്യത്തിലാണ്, ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തുക എന്ന ദൗത്യത്തിലാണ്. ആ ദൗത്യം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം. നിർബന്ധിതമായ ആളുകളെ മതപരിവർത്തനം നടത്തി ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. കാരണം ആത്മാർപ്പണത്തിന്റെ വേദിയായ ഒരിടത്തേക്ക് കടന്നു വരണമെങ്കിൽ സ്വയമുപേക്ഷയുടെ വഴിയിലേക്ക് വരാൻ ഒരാൾക്ക് കഴിയണം. എന്തെങ്കിലും ലഭ്യതയുടെ പേരിൽ സഭയിൽ ഒരാൾ അംഗമായാൽ അയാൾക്ക് ക്രൈസ്തവ ജീവിതം തുടരാനാകില്ല. കേവലം ആൾക്കൂട്ടമല്ല സഭ, വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് പ്രേക്ഷിത സ്വഭാവം അതിനുണ്ട്. എങ്ങനെയാണ് ഈ പ്രേക്ഷിത സ്വഭാവം പ്രവർത്തിക്കുക എന്ന് നാം തിരിച്ചറിയണം. ഞാനിത് പറയുന്നതിന് മുമ്പ് നിങ്ങളോടൊരു സംഭവം പങ്കുവയ്ക്കാം. ഉത്തരേന്ത്യയിൽ പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ നിരന്തരമായി. അങ്ങനെ ഏർപ്പെടുന്ന ഒരു കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. വിശ്വാസ പ്രഘോഷണത്തിന്റെ ആദ്യ നാളുകളിൽ ഉത്തരേന്ത്യയിലെ രസോഡി എന്നൊരു ഗ്രാമത്തിൽ പ്രേക്ഷിത ദൗത്യവുമായിട്ട് പോകാനിടയായി. അവിടെ ഒരു ആശ്രമമുണ്ട്. പലയിടങ്ങളിലായി ഉത്തരേന്ത്യയിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടുമുട്ടിയത് മുഴുവനും ദരിദ്രരും പീഡിതരും രോഗികളും അവശരും ഭക്ഷണം പോലും കിട്ടാത്ത മനുഷ്യരെയാണ്. കേരളം പോലെ സാമാന്യഗതിയിൽ ജീവിച്ചു പോകാവുന്ന ഒരു നിലയുള്ള സ്ഥലമല്ല ഉത്തരേന്ത്യ. മധ്യപ്രദേശിലെ റസോഡി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകാനിടയായപ്പോൾ അവർ അനുഭവിക്കുന്ന വേദനകളും ഇല്ലായ്മകളും ഒക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അനുകമ്പ തോന്നി. അങ്ങനെ കുറച്ച് വസ്ത്രം നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർക്ക് കൊടുത്താലോ എന്ന ആലോചന വന്നു. അപ്പോൾ വളരെ ദരിദ്രാവസ്ഥയിലാണ് നമ്മൾ തന്നെ. അതുകൊണ്ട് നമുക്ക് പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങാൻ നിവൃത്തിയില്ല. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് കുറെ പഴയ വസ്ത്രങ്ങൾ നമ്മൾ സ്വരൂപിച്ചു.
അങ്ങനെ പഴയ വസ്ത്രങ്ങൾ 1-2 തവണ കൊണ്ടുപോയി അവിടെയുള്ള സാധാരണക്കാരുടെ ഇടയിൽ കൊടുക്കാനിടയായി. അവരോട് വേറെ ഒന്നും സംസാരിക്കുന്നില്ല. അന്ന് ഹിന്ദി പറയാൻ പോലും ശരിക്കും അറിയില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. വസ്ത്രം കൊണ്ടേ കൊടുക്കുന്നു, പാകമുള്ളത് അവരെടുക്കുന്നു, അവരിടുന്നു, അവരൊന്ന് ചിരിക്കുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ചില യുവാക്കൾക്ക് ഉത്തരേന്ത്യയിലൊന്ന് വന്നാൽ കൊള്ളാമെന്ന് താല്പര്യം. ഉത്തരേന്ത്യയിലേക്ക് പോകണമെങ്കിൽ ഈ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ തന്നെ പങ്കിട്ടെടുത്ത് പൈസ ഉണ്ടാക്കി ഒരു 7 പേരുമായിട്ട് ഈ പറഞ്ഞ രസോളി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അതിനടുത്ത് മേഘനഗറിൽ ആശ്രമത്തിന്റെ ഭാഗമായി ചില പണികൾ നടത്താനും കൂടിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൽപ്പണിയും മരപ്പണിയൊക്കെ അറിയുന്ന ആളുകളാണ്. അവരെയും കൂട്ടിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. പകൽ മുഴുവൻ ഈ പറഞ്ഞ ആശ്രമത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. രാത്രി പാതിരയാകുമ്പോഴാണ് വന്ന് കിടക്കുന്നത്. രസോടിയിൽ വന്ന് കിടക്കും. അപ്പൊ ഞങ്ങൾ കുറെ വസ്ത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഈ വസ്ത്രങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടതുകൊണ്ട് ഒന്നിച്ചു പോകുമ്പോൾ കുറെ ലഗേജ് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി കളക്ട് ചെയ്ത വസ്ത്രങ്ങളാണ്. അങ്ങനെ കുറെ വസ്ത്രങ്ങളുമായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത ഒരു ഗ്രാമത്തിലേക്ക് പോയി. അന്നൊക്കെ സാധാരണ രീതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളെയാണ് പരിചയം. അന്നും അവിടെ ബജരംഗദൾ പ്രവർത്തകരുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ രൂക്ഷമായി നോക്കും, ചിലപ്പോൾ ചോദ്യം ചെയ്യും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒരു എതിർപ്പിന്റെ വലിയ ഭാവമൊന്നും ഇല്ല. നമ്മൾ സൈലന്റ് ആയിട്ടാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്ന ദേവാലയങ്ങളിലാണ്. ദേവാലയങ്ങളിൽ ഒത്തുചേരുന്ന സമൂഹത്തിന് മധ്യേ സുവിശേഷം പറയും. ഈ യുവാക്കളുമായി പോയ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രഘോഷണത്തിനൊന്നും പോകാൻ നേരമില്ല. ഈ ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് വസ്ത്രവുമായിട്ട് പോയി. ഗ്രാമത്തിൽ ചെന്നു. ചെറിയ കുടിലുകളാണ്, ചുള്ളി കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കി അതുമേൽ ചെളിയൊക്കെ പൊതിഞ്ഞുണ്ടാക്കിയ ചെറിയ കുടിലുകൾ. അവിടെ ചെന്നു. ഓരോരുത്തർക്കായിട്ട് വസ്ത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ അവർ വന്ന് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ തുറന്നു വെക്കുന്നു. ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ളവരെടുക്കുകയാണ്. അപ്പോൾ ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 7 യുവാക്കളും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ ദരിദ്രാവസ്ഥ കണ്ടിട്ട് ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. ഒരൊറ്റ ടർക്കി മാത്രം, അതും തന്നെ കീറിയിട്ടുണ്ട്. അത് മാത്രം ഉടുത്തു നിൽക്കുന്ന പുരുഷന്മാർ, പഴകി കീറി അലക്കാൻ പോലും നിവൃത്തിയില്ലാതെ. വസ്ത്രമൊന്നും അലക്കി വെളുപ്പിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല, വെള്ളമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ദയനീയരായ മനുഷ്യർ, വസ്ത്രമൊന്നുമില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങൾ. അവർക്ക് വസ്ത്രമൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ കരഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇനി വരുമ്പോൾ ഒരിക്കലും പഴയ വസ്ത്രം കൊണ്ടുവരരുത്, പുതിയ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കണം. സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നതാണ് അവരെ രക്ഷിക്കാനുള്ള മാർഗമെന്ന് കരുതി വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവിടുത്തെ ദൈന്യാവസ്ഥ കണ്ടപ്പോൾ പറയാൻ വന്നതൊക്കെ മറന്ന് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായി മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പുക, അവരുടെ ദാരിദ്ര്യം പരിഹരിക്കുക, അവരുടെ കഷ്ടതകളിൽ പങ്കുചേരുക എന്നതായിട്ട് മാറിത്തീരുന്നു. യഥാർത്ഥത്തിൽ പ്രേക്ഷിത ദൗത്യമാണ് സഭയുടേത്. സഭ പ്രേക്ഷിതയാണ്. വത്തിക്കാൻ കൗൺസിൽ രേഖകളിൽ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭ പ്രേക്ഷിതയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രേക്ഷിത ദൗത്യം ഒഴിഞ്ഞിട്ട് സഭയില്ല. എന്നാൽ ഈ പ്രേക്ഷിത ദൗത്യം ആരെയെങ്കിലും മതം മാറ്റി കൂടെ ചേർക്കാനുള്ള പ്രവൃത്തിയല്ല. ഒരാൾ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുകയും ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയാൾ ക്രിസ്തുവിന് സാക്ഷിയായി തീരുകയും ചെയ്യാൻ മനസ്സാ തീരുമാനമെടുക്കുമ്പോഴാണ് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്. മതപരിവർത്തനം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കാര്യമല്ല. ആർട്ടിക്കിൾ 25 വ്യക്തമായി നൽകുന്ന അവകാശമാണ്. വിശ്വസിക്കാനും ആരാധിക്കാനും അത് പ്രഘോഷിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ മേൽ വരുന്ന അതിക്രമമാണ്. വിശ്വാസി എന്ന നിലയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ജീവിക്കുന്ന ചുറ്റുപാടിൽ ചെല്ലുന്നിടങ്ങളിൽ സാക്ഷീകരിച്ച് ജീവിതം നയിക്കുന്നതിൽ നിന്ന് ആരെയും തടയാൻ ആർക്കും സാധ്യമല്ല. കാരണം മരണം തന്നെയും സാക്ഷിയായി മാറും, പീഡകൾ സാക്ഷിയായിട്ട് മാറും. റാണി മരിയെ നമുക്കറിയാം. ഒത്തിരിയേറെ ധീരരായ രക്തസാക്ഷികൾ
സ്റ്റാൻ സാമിയച്ചൻ, ഗ്രഹാം സ്റ്റെയിൻ ഒക്കെ അടക്കമുള്ള നിരവധി ആളുകൾ പീഡകൾ സഹിച്ചതിലൂടെ ക്രിസ്തു കൂടുതൽ വെളിപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രേക്ഷിത ദൗത്യം തടയാനായിട്ട് ഒരു ഭരണകൂടത്തിനോ സംഘപരിവാർ ശക്തികൾക്കോ ഏതെങ്കിലും തീവ്രവാദ ശക്തികൾക്കോ സാധ്യമല്ല. 2000 വർഷത്തെ സഭയുടെ പ്രേക്ഷിത ദൗത്യം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അടിച്ചമർത്തും തോറും ഉയർന്നു പൊങ്ങുന്നതാണ് ക്രിസ്തു രഹസ്യം. എവിടെയൊക്കെ പീഡനമേൽക്കുന്നുവോ അവിടെയൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് സഭ ചെയ്യുക. ഇന്നുണ്ടാകുന്ന അതിക്രമങ്ങളും നാം ഏൽക്കുന്ന കഷ്ടതകളും പീഡകളും ഒക്കെ നമ്മെ നശിപ്പിക്കുന്നവയല്ലെന്നും അത് കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ആത്മശക്തിയായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഭയന്നിട്ടല്ല നമ്മളിത് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമെതിരായി വരുന്ന ഒരു തിന്മയെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് എല്ലാ MP-മാർക്കുമൊക്കെ ഭരണഘടനയുടെ ഒരു പതിപ്പ് സർക്കാർ നൽകുകയുണ്ടായി. അതിൻ്റെ ആമുഖത്തിൽ 2 വാക്കുകളെ ചോർത്തിക്കളഞ്ഞിട്ടാണ് ഈ ഭരണഘടന പ്രിന്റ് ചെയ്തിരുന്നത്. അത് സോഷ്യലിസവും മതനിരപേക്ഷതയുമാണ്. സമത്വവും മതനിരപേക്ഷതയും അടർത്തിക്കളഞ്ഞിട്ടാണ് ഈ പുതിയ പുസ്തകം അവർക്ക് അച്ചടിച്ചു കൊടുത്തത്. BJPയുടെ RSSന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പടിപടിയായ നീക്കങ്ങളിൽ ഈ 2 വാക്കുകളുടെ ചോർച്ചയും നമ്മൾ കാണണം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും ആദിവാസികളെയും ദളിതരെയും നിരന്തരമായി അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് വരേണ്യവർഗം സവർണ ഫാസിസ്റ്റുകൾ നടത്തുന്ന അതിഭീകരമായ വാഴ്ചയാണ് ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ അടയാളമാണ് ബജരംഗദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീയമ്മമാരെ വിചാരണ ചെയ്യുന്നത്, ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു. അതിനുശേഷം ഭരണകൂടം അവരെ ജയിലിലടയ്ക്കുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇവർ മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടത്തുന്നവരാണ്, ഗൗരവാർഹമായ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ സ്വാധീനിച്ച് രേഖകളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ CSI സഭാംഗങ്ങളാണ്, അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കാനുള്ള പ്രയത്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഗൂഢമായ ലക്ഷ്യം മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പീഡനങ്ങളൊന്നും ക്രൈസ്തവ മാനവികതയെ തകർക്കാൻ പറ്റിയതല്ല എന്ന കാര്യം സംഘപരിവാറിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഫാസിസ്റ്റ് സ്വഭാവമുള്ളവർക്ക് വെളിച്ചം കാണാനുള്ള ശേഷി ഉണ്ടാവില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന പ്രവൃത്തികളാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു സംഘം അവിടേക്ക് പോയിട്ടുണ്ട്, ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? കേരളം ഇടപെടുന്നു എന്ന് കാണിക്കാനും അങ്ങനെ ഇടപെടുന്ന കേരളത്തിൽ സംഘശക്തിയോട് ചേർന്ന് നിങ്ങൾ നിൽക്കണമെന്ന് പറയാനും വേണ്ടിയാണ്. ഇവരവിടെ ചെന്നിട്ട് ഒരുപക്ഷെ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി ഈ കന്യാസ്ത്രീയമ്മമാരെ വേണമെങ്കിൽ മോചിപ്പിച്ചേക്കാം. കന്യാസ്ത്രീയമ്മമാർ മാത്രമല്ലല്ലോ വിഷയം. നിരന്തരമായി ഉത്തരേന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലുണ്ട് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാത്തതായി? ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളും ആദിവാസികളും ദളിതരുമൊക്കെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു. പീഡയേൽക്കുന്നവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പീഡനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ മൗലിക സ്വഭാവത്തെ തകർക്കുന്നതാണ്. ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയുടെ വെളിപ്പെടുത്തലുകളാണ് ഈ സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പിതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ കേരളത്തിലും സമാനമായ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറയേണ്ടായി. അതൊന്നും യാഥാർത്ഥ്യമല്ല, അങ്ങനെ സമീകരിച്ച് കാണാവുന്നവയല്ല. ഇവിടെ വിശ്വാസപരമായ പ്രശ്നങ്ങളെ പരസ്യമായി തടുക്കുന്നതോ എതിർക്കുന്നതോ ആയ സംഭവങ്ങൾ വാസ്തവത്തിലില്ല. നമുക്കറിയാലോ, 1-2 സംഭവങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ, മതഭേദമന്യേ പുരോഗമന ശക്തികളൊക്കെ അതിനെതിരായി രംഗത്തിറങ്ങി പരസ്യമായിട്ട് കരോൾ നടത്തുന്ന രീതിയൊക്കെ ഉണ്ടായി. വിശ്വാസികളല്ലാത്തവർ തന്നെ കരോൾ നടത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. കേരളം ഇവരുടെ പരിപ്പ് വേകാൻ പാകത്തിലുള്ള പാത്രമല്ല. പക്ഷേ അതുകൊണ്ടായില്ല. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നാട് സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നാട്, ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരെയും നാട്ടുവാഴിത്തത്തിനെതിരെയും ജാതി മേൽക്കോയ്മയ്ക്കെതിരെയും ഉണ്ടായ പ്രക്ഷോഭങ്ങളിലൂടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന നാടിന്റെ സംസ്കൃതിയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഭരണകൂടത്തെയും ഒരു സംഘശക്തിയെയും അനുവദിക്കില്ല എന്ന തീരുമാനത്തിലെത്തേണ്ടത്
പൗരത്വ ബോധമുള്ളവരുടെ കടമയാണ്. ഇതിന് രാഷ്ട്രീയപരമായ ഒരു കാര്യമല്ല കേട്ടോ പറയണം. നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ എന്താകുമെന്നതിനെ കുറിച്ചല്ല. അപ്പൊ തന്നെ പ്രതികരണങ്ങളിലൊക്കെ ഭരണകൂടത്തോട് തന്നെ ഇളവ് ചോദിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാനും ഒക്കെയാണ് ഇവിടുത്തെ വിശ്വാസ മുഖത്തിലെ ചില ആളുകൾ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ വേട്ടക്കാരനോട് നീതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് കാര്യമുണ്ട്. RSS നടത്തുന്ന പ്രവർത്തനങ്ങളെ RSS എന്ന് തന്നെ അടയാളപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റണം. RSS ഹിന്ദുക്കളുടെ സംഘടനയൊന്നുമല്ല. ഹിന്ദുക്കളായ അനേക സഹോദരങ്ങൾ ജാതിമത ഭേദമന്യേ വ്യത്യാസമില്ലാതെ ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ജാതിഭ്രാന്തം മതഭ്രാന്തം ഒന്നും വേരോടാനായിട്ട് ഈ സമൂഹം സമ്മതിക്കില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവും. ആദ്യകാലത്ത് സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു സഹായത്തിന് വേണ്ടിയാണ് എന്നെ കാണാൻ വരുന്നത്. ഒരാള് മനോജ് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞ് എഴുന്നേൽക്കാൻ പാകമല്ലാതെ കിടക്കുന്നു. അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ കിട്ടിയാൽ കൊള്ളാം, അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമോ എന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഒന്ന് ചോദിക്കുന്നത് ഒരു രമേശൻ എന്ന് പറയുന്ന സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് നോക്കാമെന്ന് പറഞ്ഞു. ഈ ആളെ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു, കാര്യമൊക്കെ ചോദിച്ചു, എല്ലാം മനസ്സിലാക്കി. അവർക്ക് വേറെ നിവൃത്തിയൊന്നുമുള്ളവരല്ല, ദയനീയാവസ്ഥയിൽ കഴിയുന്നവരാണ്. അപ്പോൾ അത് സംഘടിപ്പിച്ചു കൊടുക്കാനും അവർക്ക് ആവശ്യമായ മരുന്ന് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞെത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു. ഞാൻ തിരികെ വരുന്ന വഴിക്ക് രമേശൻ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. അദ്ദേഹത്തിന്റെ സഹോദരൻ 2 കാലും തളർന്ന്, പോളിയോ വന്ന് തളർന്ന് നിരങ്ങി നടക്കുന്ന ഒരാളാണ്. അപ്പൊ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ യേശുവിന്റെ പടമൊക്കെ ഇരിക്കുന്നു. 10-13 വർഷമായിട്ട് പോട്ടയാശ്രമത്തിൽ പോകുന്നവരാണ്. ഇപ്പോഴാണ് കാല് തീരെ വയ്യ, കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വന്നപ്പോഴാണ് പോകാതെയായത്. നിരന്തരം പോയിക്കൊണ്ടിരുന്നതാണ്. സഹോദരി ഇപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല, ഞങ്ങൾ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മതമൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആ മൂത്ത സഹോദരൻ, കാല് തളർന്ന സഹോദരൻ പറഞ്ഞു, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, അപ്പൊ ഇവിടെ ഒന്ന് വന്നിരുന്ന് പ്രാർത്ഥിച്ചാലോ? കത്തോലിക്ക സഭയ്ക്കകത്ത് ഏതെങ്കിലും വീട്ടിൽ പ്രാർത്ഥന നടത്തണമെങ്കിൽ അവിടുത്തെ ഇടവക വികാരിയിട്ട് അനുവാദമൊക്കെ മേടിക്കണം. ഇത് ഇടവകയുമായി യാതൊരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഞങ്ങള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3-4 പേര്. തൊട്ടടുത്ത വീട്ടിലെ ഒരു പ്രായമുള്ള ചേട്ടൻ വരും, ഈ പറഞ്ഞ സഹോദരിയും ഈ 2 സഹോദരങ്ങളും ഉണ്ടാവും. അങ്ങനെ 3-4 പേര്. ക്രമേണ ഒരു 10-15 പേരായിട്ട് അത് വർദ്ധിച്ചു. കുറച്ചു നേരം വചനം പറയും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, പാട്ടുപാടും. അങ്ങനെ സന്തോഷമായിട്ട് പോകണം. അപ്പൊ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകും. കുറച്ചു നാൾ ഞാൻ പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള ചില ആളുകൾ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവരങ്ങനെ കണ്ടുപിടിച്ചു ഞാനിങ്ങനെ സുവിശേഷം പറയാൻ പോവാണ്. മതപരിവർത്തനത്തിന്റെ പ്രവൃത്തിയാണ്. വാസ്തവത്തിൽ അവർ മുൻപേ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. അവരോട് വചനം പറയാനും അവരോടൊന്നിച്ചു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന പ്രവൃത്തിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ച്, ഞാൻ സ്ഥലം പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, റെയിൽവേ ട്രാക്കിൽ വെച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു പോകാൻ ഈ റെയിൽവേ ട്രാക്ക് മറികടന്നു പോകണം. ആ റെയിൽവേ ട്രാക്കിൽ വെച്ച് 5-8 ചെറുപ്പക്കാർ എന്നെ തടഞ്ഞു നിർത്തി. അവര് ഒന്ന് കൈകാര്യം ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അവരെന്നോട് പറഞ്ഞു, മേലാൽ നീ അതിലെ പോകരുത്, അവിടെ ആ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തരുത്, വചനം പറയരുത്. ഞാൻ അവരോട് പറഞ്ഞു, സുഹൃത്തെ, ഞാനൊരു വീട്ടിൽ സൗഹൃദത്തിന്റെ പേരിൽ പോകുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്ന ശബ്ദമോ കോലാഹലമോ ഒന്നുമില്ല. വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീടാണ്. അവിടെ ഞങ്ങൾ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. അവർക്ക് യേശുവിനെ കുറിച്ച് അറിയണം, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയിരിക്കുന്നു. നിയമപരമായി അതിനൊരു തടസ്സമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഇനിയും പോകും. പോയാൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അസഭ്യമൊക്കെ പറയാൻ തുടങ്ങി. അവർ സ്വയം വെളിപ്പെടുത്തിയത് അവരവിടുത്തെ RSSകാരാണെന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലിയാലും ഞാൻ പോകും. നിങ്ങളെന്നെ തല്ലുമ്പോൾ എൻ്റെ എരിവ് കൂടും. അപ്പൊ അതുകൊണ്ട് തല്ലുന്നത് കൊണ്ട് അടിച്ചൊതുക്കാമെന്ന് കരുതണ്ട. ഈ പ്രവർത്തനം ഞാൻ നിർത്തില്ല. കാരണം ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടോ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ടോ ഒന്നും ചെയ്യുന്നില്ല.
ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും പ്രാർത്ഥിക്കണമെന്നും തോന്നുന്നു, അവരോടൊത്ത് ഞാനിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ അവിടെ ചെല്ലും. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഭീഷണി മുഴക്കി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ റെയിൽവേ ട്രാക്കിലിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, ഞാനിതിനൊന്നും എതിർക്കാൻ പോകില്ല. നിങ്ങൾ അടിച്ചാൽ എതിർക്കുമെന്നോ എന്നെ അടിച്ചാൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ പേടിയുമില്ല. കാരണം ജീവിതമൊക്കെ നഷ്ടപ്പെട്ട്, സമ്പത്തും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട്, എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ നാമത്തിലായിരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഇനി മുൻപോട്ടൊരു ഭാവി പ്രതീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം മരിക്കുന്നതിനെ കുറിച്ച് പോലും എനിക്ക് വലിയ സങ്കടമോ ആദിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് പരമാവധി ചെയ്യാവുന്നത് തന്നെ കൊല്ലുക എന്നുള്ളതാണ്. ജീവിച്ച് സുവിശേഷം പറഞ്ഞ് നാട്ടിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി എല്ലാവരെയും മാനസാന്തരപ്പെടുത്താം എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം നമുക്ക് പോകാവുന്ന സ്ഥലങ്ങൾ പരിമിതമാണ്. നമ്മൾ പറഞ്ഞാൽ അത് പ്രയോഗത്തിൽ ആളുകൾ സ്വീകരിക്കുന്നത് വളരെ പരിമിതമാണ്. ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ എന്നെ കൊന്നാൽ എൻ്റെ മരണം പിന്നെ പ്രഘോഷിച്ചുകൊള്ളു. അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന കാര്യത്തിൽ നിന്ന് എന്നെ തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊന്നാൽ എൻ്റെ മരണം എൻ്റെ ദൗത്യം തുടരും. ഈ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ യൂണിയൻ സർക്കാരിനെതിരെയും സംഘപരിവാറിനെതിരെയും പറയുന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങളെ ആളുകൾ വന്ന് പൊക്കും. വളരെ ചെറിയൊരു മനുഷ്യനാണ് ഞാൻ. വെറുതെ പിടിച്ചൊന്ന് ഞെരിച്ചു കളഞ്ഞാൽ തീരാവുന്ന ജീവനേ ഉള്ളൂ. പ്രാണനേ ഉള്ളൂ, അല്പപ്രാണി. എതിർക്കാൻ വരുന്ന ആരെയും എതിർക്കാമെന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന് കരുതാൻ സമ്പാദ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവാണ് സമ്പാദ്യമെന്നും പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ സമ്പത്തെന്നും തിരിച്ചറിയുന്ന ഞാൻ ആരെ ഭയക്കാനാണ്? രാജ്യമാകെ ഒരു ജയിലറ പോലെ ആകുകയും ഭയം ഇരുൾ പരത്തുകയും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനും ഈടിപ്പേടിയുള്ളവരും ജീവനിൽ കൊതിയുള്ളവരുമൊക്കെ ഒരു പക്ഷേ താണു വണങ്ങിയൊക്കെ നിന്നേക്കാം. നമ്മളെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നിരിക്കെ ജീവിതത്തെ പൂർത്തീകരിക്കുന്ന മരണമെന്ന ആ നിമിഷമെത്താൻ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ഭയപ്പെടുത്താനുള്ള കാര്യമല്ല. അതുകൊണ്ട് ധൈര്യമായി സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം. സുവിശേഷം ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടിയല്ല, സത്യം തുറന്നു പറയാൻ നമുക്ക് പറ്റണം. പ്രഘോഷണത്തിന്റെ മേഖലയിലെ 3 കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ: അറിയുക, അറിയിക്കുക, അനുകമ്പയുള്ളവരായി മാറുക എന്നതാണ് ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ ആകെത്തുകയായിട്ട് പറയാൻ പറ്റുക. അറിയുക, അറിയിക്കുക, അനുകമ്പയുള്ളവരാകുക. അറിയുക എന്ന് പറയുന്നത് വ്യക്തിപരമായി ഒരാൾ ക്രിസ്തുവിനെ അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേവലം സുവിശേഷം വായിക്കുന്നുവെന്നോ സഭാപ്രബോധനങ്ങൾ വായിക്കുന്നുള്ള കാര്യമല്ല, ക്രിസ്തുവിനെ അറിയുക എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഭാഗം അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുക എന്നത് ഒരു സ്നേഹപ്രവൃത്തിയാണ്. അതൊരിക്കലും ക്രിസ്തുവിനെ കുറിച്ച് കേവലം വിവരം നൽകുക എന്നല്ല, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രവൃത്തിയാണ്. മൂന്നാമത്തേത് ഈ ലോകത്തോട് അനുകമ്പാർദ്രമായിട്ട് വർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മളായിത്തീരുക. പലവിധ നിർവചനങ്ങൾ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ രേഖകൾ നൽകുന്നുണ്ട്. അതിന്റെ ആകത്തുകയെന്ന് എടുത്ത് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഒരു സത്തയായി പറയാവുന്ന കാര്യം ഈ 3 കാര്യമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയും, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണമെങ്കിൽ നാം യേശുവിനെ അറിയണം, യേശുവിനെ സ്വീകരിക്കണം. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുക വഴി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. ഈ ആക്രമിക്കുന്നവരും എല്ലാം ദൈവമക്കളാണ്. അവർക്കത് അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ.
അങ്ങനെ സകലരും ദൈവമക്കളാണ്. പക്ഷെ ദൈവമക്കൾ എന്ന സ്ഥാനം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് കേവലമായ പ്രകൃതത്തിൽ നിന്നാൽ പോരാ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാന്ന് പറയുന്നത് മാമോദീസ വഴി നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്. നമ്മൾ ആ പ്രവൃത്തിയുടെ ആദ്യത്തെ പടവിൽ കയറി ജീവിതം മുഴുവനും ക്രിസ്തുവിനെ അറിയാനും സ്വീകരിക്കാനുമുള്ള ചുവടുവെപ്പുകളാണ്. അപ്പോൾ പ്രാഥമികമായി നമ്മൾ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എല്ലാവരെയും സഹോദരങ്ങളായി കാണാനും എല്ലാവർക്കും വേണ്ടി സ്വയം അർപ്പിക്കാനും, നമ്മൾ പിതാവായ ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് ക്രിസ്തുവിൽ ഐക്യപ്പെടുന്നത് ഈ ലോകത്തിന് ഭക്ഷണമായി മാറാനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുകയാണ്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം തിരികെ പോക്കാണെന്നും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ആനയിക്കപ്പെടുന്നു എന്ന ബോധ്യം ഉണ്ടാകുക. ഈ ഭൂമി ജീവിക്കുന്ന സമയത്തൊക്കെ ക്രിസ്തുവിൽ ഈ ലോകം നൽകുന്ന കയ്പുനീരൊക്കെ സ്വീകരിച്ച്, സഹനങ്ങളൊക്കെ സ്വീകരിച്ച് അവരതിനു വേണ്ടി ബലിയായി മാറി പകരം നിന്ന് മനുഷ്യ വിമോചനത്തിന് അനുഭവതലം സാധ്യമാക്കുക എന്ന പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ കാര്യം ചെയ്യാനുള്ള തുറവി ഉണ്ടാകുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം യേശു ക്രിസ്തുവാണ്, സത്യം സ്വതന്ത്രമാക്കും. അങ്ങനെ സ്വതന്ത്രമാക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും, അവർക്ക് വേണ്ടിയായി മാറാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുക. നാം ദൈവമക്കളാണെന്ന് നാം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. എൻ്റെ അപ്പനായ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചു, ക്രിസ്തുവിൽ ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പുകയും അങ്ങനെ ക്രിസ്തു സാരൂപ്യം പ്രാപിക്കുകയും പിതാവിന്റെ സന്നിധിയിലേക്ക്, അപ്പന്റെ അടുത്തേക്ക് തിരികെ പോവുകയും ചെയ്യും. ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളാണ് എന്ന അറിവ് നമുക്ക് നൽകുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള സംഭാഷണങ്ങൾക്കകത്ത് ഒരു സംഭവമുണ്ട്. യേശു പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞു. കുറെ പേര് അത് പറഞ്ഞപ്പോൾ അവന് വിട്ടുപോയി. കാരണം അപ്പമായി മാറുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശുവിനെ ഭക്ഷണമായി തിരിച്ചറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കുള്ള ഭക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറെ ആളുകൾ, അനുഗമിച്ചിരുന്ന കുറെ ആളുകൾ വിട്ടുപോയി. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. 6:69 എന്നിട്ട് വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുകയും നിന്നിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട അറിവാണ്. യേശു ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് അറിയുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. ഓരോ വിശ്വാസിയും വിശ്വാസം ഏറ്റുപറയുന്നത് ഈ 2 കാര്യങ്ങളിലാണ്. ദൈവം മനുഷ്യനായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചുവെന്ന് അറിയണം, അവനിൽ വിശ്വസിക്കണം. അറിവ് എന്നത് കേവലമായി വിവരമല്ല, അതൊരു ബോധ്യതലത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു അറിവ് നമ്മിൽ നിർമ്മിക്കപ്പെടുന്നത്? ഒരു വിവരം നമുക്ക് കിട്ടുന്നു, ആ വിവരവും നമ്മളും തമ്മിൽ എൻഗേജിലാവുന്നു. നമ്മളതിനെ വിമർശബോധത്തോടെ കാണുന്നു, ഇത് ശരിയാണോ എന്ന ധാരണയിലേക്ക് എത്തുന്നു. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ അറിവിനെ, ഈ വിവരത്തെ സ്വീകരിക്കുകയും അതിനെ ബോധ്യതലത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. നമ്മൾ പറയില്ല, അടുത്തപ്പോഴാണ് അറിഞ്ഞത്. അറിയാന്ന് വെച്ചാൽ അത് അനുഭവപരമായ ഒരു തലം അതിനുണ്ട്. എന്നാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ വഴിമാറിപ്പോകുന്നതിന് കാരണം നമ്മൾ അറിയുന്നു, ആ അറിവ് വിശ്വാസമായി വളരും വിധം അത് ബോധ്യതലത്തിൽ ഉറച്ചിട്ടില്ല. നമ്മൾ പല നിയമങ്ങളും അനുസരിക്കുന്നത് ബോധ്യതലത്തിലല്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ വാർത്തകൾ വന്നതാണ്. പലയിടങ്ങളിലും മാലിന്യങ്ങൾ എറിയുമ്പോൾ അത് പിടികൂടുന്നുണ്ട്, കേസ് വരുന്നുണ്ടെന്നൊക്കെ. ഇപ്പൊ കേസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ CCTV ക്യാമറ ഉണ്ടോ, ആരെങ്കിലും കാണുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ മാലിന്യങ്ങൾ കൊണ്ടിടാൻ തയ്യാറാവും. പക്ഷേ അപരനോടുള്ള എൻ്റെ കടമയാണ്, അപരനോടുള്ള ബന്ധത്തിൽ ഞാൻ വീണു പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഈ ചെയ്യുന്നത് പരദ്രോഹമാണ്, അങ്ങനെ ചെയ്തുകൂടാ, അത് സാഹോദര്യത്തിനെതിരാണ് എന്ന് ഹൃദയത്തിൽ ബോധ്യം ഉണ്ടായാൽ നമ്മൾ പിന്നെ മാലിന്യം വലിച്ചെറിയില്ല. അപ്പൊ ഹൃദയപരമായി ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒരു അറിവ് അനുഭവത്തിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുകയും
അത് ഒരു ജീവിത പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അവിടെയാണ് വിശ്വാസം നിലകൊള്ളുന്നത്. ക്രിസ്തുവിനെ ലോകരക്ഷകനായി ദൈവപുത്രനായി തിരിച്ചറിയുക എന്ന് പറയുന്നതിനകത്ത് അവനെ സ്വീകരിക്കുന്നൊരു മനോഭാവം ഉണ്ടാകണം. അത് ഹൃദയബോധ്യമായിട്ട് മാറണം. ആ ഹൃദയബോധ്യത്തിൽ ഉറയ്ക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എവിടെ പോകാനാണ്, ഞങ്ങൾ എങ്ങും പോകുന്നില്ല എന്ന് പത്രോസ് പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ഈ പറഞ്ഞ അറിയണം, സ്വീകരിക്കണം. ഇത് സ്വയം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മാത്രം പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് അറിയാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അനുഭവതലത്തിലാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അനുഭവിക്കുക? യോഹന്നാൻ 14:17 അത് പറയുന്നുണ്ട്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ലോകത്തിന് സത്യാത്മാവിനെ കാണാൻ സാധ്യമല്ല, സ്വീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോട് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. നിങ്ങൾ അവനെ കാണുന്നു, നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണമെങ്കിൽ ഈ അറിവിലേക്ക് നമ്മൾ ഉയരണം. അവനെ അറിയുക എന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുക. ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. വിശ്വാസം മൂലം നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ വെളിപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. 1 യോഹന്നാൻ 4:7 അത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ആത്മാവിന്റെ വെളിച്ചമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ സ്നേഹിച്ചാൽ മാത്രമേ ദൈവത്തെ മനസ്സിലാവൂ. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണുന്നു, അവനെ അറിയുന്നു, അവനൊപ്പമായിരിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ദൈവത്തെ അറിയാൻ കഴിയുന്നത് സ്നേഹത്തിലൂടെയാണ്. ഇത് വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട കാര്യമാണ്. 1 യോഹന്നാൻ 4:16 പറയും, ദൈവത്തിന് നമ്മളുടെ സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പൊ ഈ സ്നേഹാനുഭവത്തിലായി തീരുക എന്നുള്ളതാണ് പ്രേക്ഷിത ദൗത്യത്തിന്റെ ഒരു ഭാഗം. അവിടെയാണ് സുവിശേഷ പ്രഘോഷണം വിശ്വാസികളുടെ ആവശ്യമായിട്ട് വരുന്നത്. ഈ തിരിച്ചറിവിലേക്ക്, ഈ സ്നേഹാനുഭവത്തിലേക്ക് വിശ്വാസം സ്വീകരിച്ചവരെ പുനരാനയിക്കുക എന്ന പ്രവൃത്തിയാണ്. ഇതിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ പുനരാനയിക്കുക എന്ന പ്രവൃത്തിയാണ് വിശ്വാസികളോട് സുവിശേഷം പറയുന്നതിനകത്ത് ഉണ്ടാകുന്നത്. ഇത് അറിയുക എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഭാഗം അറിയിക്കലാണ്. അറിയിക്കൽ എങ്ങനെയാണ്? ദൈവം സ്നേഹമാണെന്നറിഞ്ഞാൽ പിന്നെ അറിയിക്കൽ എങ്ങനെയാണ്? അത് ഭാഷാപരമായൊരു കാര്യമല്ല. ബൈബിൾ കൊടുത്തിട്ടോ സുവിശേഷം കേട്ടിട്ടോ അല്ല. റോമലേഖനം 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. ഈ പ്രഘോഷണം ഉണ്ടാവും. പക്ഷെ ആ പ്രഘോഷണം അനുബോധനത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്നേഹം പകരുന്ന പ്രവൃത്തിയിലൂടെയാണ്. എന്തുകൊണ്ടാണ് പ്രഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മുടെ ദൗത്യം എന്താണെന്നതിനെ കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ കൃത്യമായത് പറയുന്നുണ്ട്. CCC 748 പറയും, ക്രിസ്തു മനുഷ്യവംശത്തിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സമ്മേളിച്ചിരിക്കുന്ന പരിശുദ്ധ സൂനകദോസിന്റെ തീവ്രമായ ആഗ്രഹം എല്ലാ സൃഷ്ടികളോടും അവിടുത്തെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സഭയുടെ മുഖത്ത് പ്രശോഭിക്കുന്ന അവിടുത്തെ പ്രകാശം എല്ലാ മനുഷ്യരുടെയും മേൽ പ്രകാശിക്കുക എന്നതാണ്. അങ്ങനെ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുക എന്ന ദാഹം ഉറവെടുക്കുന്ന എവിടെ നിന്നാണ്? സ്നേഹത്തിൽ നിന്നാണ്. എനിക്ക് കിട്ടിയൊരു വസ്തു എൻ്റെ സ്വന്തമായി മാത്രം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടെ സ്വാർത്ഥമാണ് പ്രവർത്തിക്കുന്നത്. എനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണെന്നും ഇത് അവരിന് കൊടുക്കുകയാണ് പരമമായ സ്നേഹമെന്നും ഞാൻ തിരിച്ചറിയുന്നിടത്താണ് സ്നേഹപ്രവൃത്തി ആരംഭിക്കുന്നത്. നാം എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, നമ്മെ വിട്ടുകൊടുക്കുന്നില്ല, നമുക്കുള്ളത് വിട്ടുകൊടുക്കുന്നില്ല, നാം രഹസ്യമായിരിക്കുന്നു, നാം നിഗൂഢമാക്കി വയ്ക്കുന്നു, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ വിളക്ക പറയ്ക്ക് കീഴെ വയ്ക്കുന്നു. അവിടെ സ്നേഹപ്രവൃത്തിയില്ല. ഇപ്പൊ അവരനോട് പ്രിയം ഉണ്ടാകുമ്പോൾ, സ്നേഹം ഉണ്ടാകുമ്പോൾ ഈ അറിഞ്ഞ സത്യം, ഈ സ്നേഹം, ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർ അനുഭവിക്കണമെന്നൊരു കാര്യം ഉണ്ടാകുന്നു. അവരും പ്രകാശിക്കണമെന്ന്, സ്നേഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെയാണ് പ്രഘോഷണം ഉണ്ടാകുന്നത്.
വിശുദ്ധ മർക്കോസ് സുവിശേഷം 16:15 പറഞ്ഞ കാര്യമാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. സുവിശേഷം എന്താണ്? ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നാണ്. കൊളോസ്യർ 1:27 പറയും. മഹത്വത്തിന് പ്രത്യാശയായ രഹസ്യം എന്താണ്? ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങൾ ക്രിസ്തു ജീവിക്കുന്നു. ഒട്ടനവധി പേർ പലവിധ രോഗങ്ങളാലും പലവിധ പ്രശ്നങ്ങളാലും ഒക്കെ നമ്മളെ കാണാൻ വരും. അങ്ങനെ കാണാൻ വരുന്നവരോട് യേശു ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തിരുന്നത്. പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്, അത് മതവ്യത്യാസമൊന്നുമില്ല, പല മതങ്ങളിൽപ്പെട്ടവർ വരുന്നവരൊക്കെ വരും. ആരോടും നമ്മൾ ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്നു, എല്ലാവരും സൗഖ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർ നമ്മൾ അവരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ അവർ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ അവരറിയാതെ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒരിക്കൽ മുട്ടുവേദനയായിട്ട് വന്നൊരു സഹോദരൻ എനിക്ക് ഓർമ്മയുണ്ട്. എസ്ഐ റാങ്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, റിട്ടയർഡായി, മുട്ടിന് വേദനയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം വന്നു, മരുന്നൊക്കെ കൊടുത്തു, അദ്ദേഹത്തിന് സൗഖ്യം ഉണ്ടായി. അപ്പൊ സൗഖ്യം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കാണാൻ വന്നു. പൈസ തരാൻ വേണ്ടിയാണ്. ഓരോ പ്രാവശ്യവും വരുമ്പോൾ പൈസ തരാൻ ശ്രമിക്കുന്നുണ്ട്, വേണ്ടെന്ന് പറയുന്നു. സുഖപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സമ്മാനമായിട്ടെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, കാരണം ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമുക്കിതിനകത്ത് കാര്യമൊന്നുമില്ല, നിങ്ങളെ ശുശ്രൂഷിക്കുന്നു, അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാനും ഇങ്ങനെ ഔദാര്യമൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും വാങ്ങിക്കാത്തത് വെറുതെ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന്. നിങ്ങളുടെ കാലിൽ പിടിക്കുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാലിൽ തൊട്ട അനുഭവമാണ് എനിക്ക്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളിലുള്ള യേശുവിനെ കാണുന്നു, ആ യേശുവിനെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കാലിൽ തൊട്ടപ്പോൾ യേശുവിനെ തൊട്ട മനോഭാവത്തിലാണ് ഞാൻ. അത് കേട്ടപ്പോൾ അദ്ദേഹം തീവ്രമായ മതവിശ്വാസമുള്ള ഒരാളാണ്, പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞു. എല്ലാ മനുഷ്യരിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിൽ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന ഭാവം. സ്നേഹമാണ്. വേദനിക്കുന്നവനെ കാണുമ്പോൾ മറികടന്ന് പോകാൻ കഴിയാത്ത വിധം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ബന്ധിതമാക്കിയിരിക്കും. CCC 831 പറയുന്നുണ്ട്, സഭ എന്തുകൊണ്ടാണ് കാത്തോലികമായിരിക്കുന്നു, സാർവത്രികമായിരിക്കുന്നു എന്ന് പറയുന്നത്? മനുഷ്യവംശം മുഴുവനും ഈ അനുഭവതലത്തിലേക്ക് ഉയരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സ്നേഹം അനുഭവിക്കണമെന്നാണ്. അങ്ങനെ മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയുള്ള ഒരു ദൗത്യത്തിൽ നിയോഗിതമായിരിക്കുന്നു എന്ന ബോധ്യമാണ് സഭയ്ക്കുള്ളത്. ആ ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അതുകൊണ്ട് സ്നേഹം പ്രഘോഷിക്കുക, സ്നേഹം പകരുക, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക, അറിയിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവണം. ഇത് നമ്മുടെ ദൗത്യമാണ്. അതാരെ അടിച്ചേൽപ്പിക്കുന്ന പ്രവൃത്തിയല്ല, ആരെങ്കിലും നിർബന്ധിച്ച് ഈ കൂട്ടത്തിൽ കൂട്ടാന്ന് പറയുന്ന കാര്യമല്ല. കാരണം ഇത് മതമല്ല, ഇവിടെ ആളെ കൂട്ടിയിട്ട് കാര്യമില്ല. എണ്ണം വർദ്ധിപ്പിക്കലല്ല കാര്യം. എല്ലാവർക്കും വേണ്ടി ആയിത്തീരുക എന്നതിലൂടെ, എല്ലാവരുടേതുമായി മാറുക എന്നതിലൂടെ എല്ലാവരെയും നേടുക എന്ന പ്രവൃത്തിയാണ്. അഖില ലോകത്തിനും വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തു സകല ജനത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരമാകുന്നു, എല്ലാവർക്കും സൗഖ്യമായിട്ട് മാറുന്നു, അങ്ങനെ എല്ലാവരുടേതുമായിട്ട് മാറുന്നു. ക്രിസ്തു എല്ലാവരിലുമാണ്. ആ പരമമായ സത്യത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. ഇത് അനുഭവതലത്തിൽ പകർന്നു കൊടുക്കാൻ വേണ്ടി, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ, ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുക എന്ന ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണത്തിലുള്ളത്. ഈ ദൗത്യമാണ് യഥാർത്ഥത്തിൽ മിഷണറിമാർ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഏതെങ്കിലും ഒരു സന്യാസ സമൂഹത്തിന്റെ മഠത്തിനകത്തിരുന്ന് സാമാന്യഗതിയിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകേണ്ട സന്യാസികൾ ഈ പറഞ്ഞ ഉത്തരേന്ത്യയിൽ പോയിട്ട് കടുത്ത കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കുന്നതും ഈ ഭീഷണികളെയും മർദ്ദനങ്ങളെയൊക്കെ നേരിടുന്നതും. അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തണമെന്നതാണ് എൻ്റെ ദൗത്യബോധം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിക്കുന്നത് കൊണ്ട്, ആ സ്നേഹത്തിൽ നിറഞ്ഞ് സ്നേഹം മറ്റുള്ളവർക്ക് പകരുന്നത് കൊണ്ട് അനുകമ്പാർദ്രമായ ഹൃദയം വെളിപ്പെടുത്തുന്നു. കാരണം നമ്മുടെ ദൗത്യം ക്രിസ്തുവിന്റെ ദൗത്യമാണ്, ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. പ്രേക്ഷിത ദൗത്യം ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. ക്രിസ്തു എങ്ങനെയാണ് അത് പ്രകടിപ്പിച്ചത്? അനുകമ്പയാണ്. അറിവ്, അൻപ്, അനുകമ്പ, ഈ മൂന്നും ജീവധാരകം. ശ്രീനാരായണഗുരു അങ്ങനെ പറയും. അറിവ്, അൻപ്, അനുകമ്പ, ഈ 3 കാര്യം ഉണ്ടാവണം. അപ്പൊ ഈ അനുകമ്പാർദ്രമായ പ്രവൃത്തി ക്രിസ്തുവിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ലോകത്ത് ചെയ്യുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 9:36 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു.
നിസ്സഹായരായിരുന്നു. അപ്പോൾ അനുകമ്പ തോന്നി. ആ അനുകമ്പയാണ് ഫാദർ സ്റ്റാൻസാമിയെ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാക്കി മാറ്റുന്നത്. ഇതാണ് മിഷണറി പ്രവർത്തനത്തിന്റെ ഒരു കാര്യം. ദളിതരും ആദിവാസികളും പീഡിതരുമായ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നവരാക്കി മാറ്റുന്നു. ഇപ്പോ ഈ അറസ്റ്റിലായ 2 കന്യാസ്ത്രീ അമ്മമാർ, അവർ കേരളീയരാണ്. അവരെന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നത്? കുഷ്ഠരോഗികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുകയാണ്. തങ്ങൾക്ക് കുഷ്ഠം വരുമെന്ന് ഭയക്കാതെയാണ്. ഫാദർ ഡാമിയൻ അങ്ങനെയാണ് ചെയ്തത്. ഇത് ഒരിടത്ത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരായിട്ട്, ആദിവാസികളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരായിട്ടൊക്കെ മാറുന്നത് എന്തെങ്കിലും കാര്യലാഭത്തിനല്ല. എന്ത് നേടാനാണ്? 84 വയസ്സോളം എത്തിയ ഒരു വന്ധ്യവയോധികനായ പുരോഹിതൻ എന്ത് നേടാനാണ്? നേടുന്നത് ഈ കാര്യമാണ്. നഷ്ടപ്പെടുത്തലാണ് നേട്ടമെന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് പരിഭ്രാന്തരും നിസ്സഹായരുമായ മനുഷ്യരുടെ ഇടയ ദൗത്യത്തിലേക്ക് വരാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇതാണ് ഉത്തരേന്ത്യയിൽ പ്രധാനമായും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ മറ്റുള്ളവർ പ്രകോപിതരാകാനുള്ള കാര്യം. ഫ്രിഞ്ച് എലമെന്റുകൾ പ്രകോപിതരാകാനുള്ള കാരണം RSS അടക്കമുള്ളവർ എപ്പോഴും ക്രിസ്തു വിരോധത്തിൽ വരുന്നതിന്റെ കാര്യം അതാണ്. കാരണം ഇവൻ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും, ഇടയനായിട്ട് മാറും, കൂടെ നിൽക്കും. ചെന്നായുടെ പിടിയിൽപ്പെടാതിരിക്കാൻ ആടുകളെ സംരക്ഷിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴാണ് നിരന്തരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്ക് രക്ഷകരായി മാറാൻ ആളുകൾ എത്തുന്നു. അതുകൊണ്ട് ഇവർ അപകടകാരികളാണ്. അതാണ് മിഷണറി ദൗത്യത്തെ അവരെതിർക്കാൻ കാരണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 2.3% ആളുകളാണ് 47-ലും ഇപ്പോഴും ഉള്ളത്. ഇടക്കാലം വെച്ച് 1-2 പോയിന്റുകളൊക്കെ കൂടി ഇപ്പൊ വീണ്ടും പഴയ നിലയിൽ തന്നെയാണ്. ഇത്രയും ക്രിസ്ത്യാനികളെ ഉള്ളൂ. എന്ത് വർധനവുണ്ടായിട്ടാണ്? ജനസംഖ്യാനുപാതികമായ വർധനവ് പോലും ഉണ്ടാകുന്നില്ല. ഈ ശതമാനം ഇങ്ങനെ നിൽക്കുകയാണ് 2.3. അപ്പൊ അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് മതപരിവർത്തനമല്ല ലക്ഷ്യം. സാഹോദര്യത്തിലായിത്തീരുന്നത് കൊണ്ട് അവരതിനു വേണ്ടി ജീവൻ അർപ്പിക്കാനും അനുകമ്പയോടെ അവന്റെ ജീവിത പ്രയാസങ്ങളിൽ ഇടപെടാനും തയ്യാറാകുന്നതാണ്. മത്തായി 14:14 നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അവൻ കരയ്ക്കിറങ്ങിയപ്പോ ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അനുകമ്പ തോന്നി, അവരെ രോഗികളെ സുഖപ്പെടുത്തി. അതുകൊണ്ടാണ് ആശുപത്രികൾ ഉണ്ടാക്കുക, അത്ഭുത രോഗശാന്തി അടക്കമുള്ള ശുശ്രൂഷകൾ പോകുന്നതിന്റെ കാര്യം അതാണ്. അനുകമ്പയാണ്, വേദനിക്കുന്നുള്ള അനുകമ്പയാണ്. ക്രിസ്തുവിന്റെ അനുകമ്പ നമ്മുടെ ജീവിത പ്രവൃത്തിയിലൂടെ നടത്തുന്നത് കൊണ്ടാണ് ആതുരാലയങ്ങൾ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ഉണ്ടാക്കുന്ന വൻകിട ആശുപത്രികളെ കുറിച്ചൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ മറ്റുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി ക്ലിനിക്കുകളൊക്കെ നടത്തുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തി തുടരുകയാണ്. അവന് അനുകമ്പ തോന്നി, രോഗികളെ സുഖപ്പെടുത്തി. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 15:32 നമുക്ക് കാണാം. വീണ്ടും അനുകമ്പ വന്നാണ്. കൂടെ ഉണ്ടായിരുന്ന ജനം പിരിഞ്ഞു പോകാറായപ്പോ, വചനമൊക്കെ കേട്ട് പിരിഞ്ഞു പോകാറായപ്പോ യേശു ശിഷ്യന്മാരോട് പറയാണ്, എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു. ഇവരിങ്ങനെ പറഞ്ഞു വിട്ടാൽ പോകും വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ ഇവർ തളർന്നു വീഴും. അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയ്ക്ക് പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ടി അവരോട് കരുതലുള്ളവരാകാനും ക്രൈസ്തവ മിഷണറിമാരെ പ്രേരിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവമാണ്. അതുകൊണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നു. വിശുദ്ധ മർക്കോസ് 6:34 നമ്മൾ വീണ്ടും കാണും. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവൻ ജനക്കൂട്ടത്തെ കണ്ടു, ഇടയനില്ലാത്തവരെ പോലെയാണ്. അതുകൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി, പലവിധ കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഈ പഠിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ മിഷൻ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അവർക്ക് പഠിക്കാൻ അവസരമില്ല, അവരെ നോക്കാൻ ആളില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല ആരും. അവർ അങ്ങനെ സാമൂഹ്യ വിരുദ്ധരായും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരായി മാറുന്നു. സ്നേഹത്തിൽ വളരാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്നേഹത്തിന്റെ പ്രകാശം വിദ്യയായിട്ട് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും സഹവർത്തിത്വത്തിലായിരിക്കാൻ, എല്ലാവരെയും അംഗീകരിക്കുന്നവരാകാൻ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 3-5 വരെ തിരുവചനങ്ങൾ. മറ്റുള്ള ശ്രേഷ്ഠരായിട്ട് കരുതണം. സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യം കൂടി പരിഗണിക്കണം. അങ്ങനെ ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരാകണം. ഇതാണ് ജനാധിപത്യം. അവരെ ശ്രേഷ്ഠനായി കരുതണം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിട്ട് മാറണം, അവരെ അംഗീകരിക്കുന്നവരായിട്ട് മാറണം. അവർക്ക് നമ്മോടൊപ്പം അവസരമുണ്ട്, സ്ഥാനമുണ്ട്.
പൗരത്വം സമാനമാണ് എന്ന ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അങ്ങനെ അവരെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളായിട്ട് മാറും. ഈ ജനാധിപത്യപരമായ മുന്നേറ്റത്തെ ഈ ഫ്രഞ്ച് എലമെന്റുകളും സംഘശക്തികളും എതിർക്കുന്നു. അവർക്ക് തട്ടുതിരിവ് വേണം, ശ്രേണിപരമായ അടിമത്തം നിലനിൽക്കണം, അതിനെതിരെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ സമഗ്രമായി വിഭജിപ്പിക്കുക എന്ന ക്രിസ്തു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ ക്രൈസ്തവ മിഷണറിയും പ്രവർത്തിക്കുന്നത്. ഈ പ്രവൃത്തിയാണ് പ്രേക്ഷിത ദൗത്യമായിട്ട് നമ്മൾ കാണുന്നത്. അതല്ലാതെ നാടൊട്ടുക്ക് പ്രസംഗം പറഞ്ഞ് ആളുകളൊക്കെ നാളെ ക്രിസ്ത്യാനികളാകാൻ അവർക്ക് പണം കൊടുത്തോ അവരെ ഭീഷണിപ്പെടുത്തിയോ ഒരു മതമെന്ന നിലയ്ക്ക് സംഘടിപ്പിക്കാനുള്ള ശ്രമമല്ല സഭ ഒരിക്കലും നടത്തുന്നത്. ക്രൈസ്തവ വിശ്വാസികൾ ഓരോരുത്തരും പ്രേക്ഷിതരാണ്. അതുകൊണ്ട് അനുകമ്പയും സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നവരായി, പരസ്പരം സ്നേഹിക്കുന്നവരായി, അന്യോന്യം മാനിക്കുന്നവരായി, മനുഷ്യത്വത്തിന്റെ മഹത്വപൂർണമായ ഒരാകാശത്തിലേക്ക് ചിറക് വെച്ചു വരാൻ എല്ലാ മനുഷ്യരെയും പ്രാപ്തരാക്കുക എന്ന ദൗത്യമാണ് ക്രിസ്തുവിൽ നമുക്കുള്ളത്. അതാണ് പ്രേക്ഷിത ദൗത്യം. ഈ പ്രവർത്തനത്തെ അന്ധകാരത്തിന്റെ ശക്തികൾക്ക് താല്പര്യമില്ല. കാരണം പൗരത്വം മാറി പ്രജാത്വം വരണമെന്ന് ആഗ്രഹിക്കുന്നവരും കോർപ്പറേറ്റ് കമ്പനികളുമായി ചേർന്ന് രാജ്യത്തെ ആകമാനെ കൊള്ളയടിച്ച് ഈ വമ്പൻ കുത്തകകളെ വളർത്തുകയും സാധാരണക്കാരെ പട്ടിണിയിലാഴ്ത്തുകയും ചെയ്യുന്ന മനോഭാവമുള്ളവർക്ക് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ മാത്രമേ നിലനിന്നു പോകാൻ കഴിയൂ എന്നറിയാം. അതുകൊണ്ട് മതത്തിന്റെ പേരിലുള്ള വിഭജനങ്ങളും കുതന്ത്രങ്ങളും അവർ പയറ്റുന്നു. ഇതിനകത്ത് പെട്ടുപോവുകയാണ് സാധാരണ ജനങ്ങൾ. അവിടെയാണ് സത്യം വിളിച്ചു പറയാനുള്ള ബാധ്യത നമുക്കുള്ളത്. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നുവെന്നാണ്. അതല്ലാതെ ഭരണകൂടത്തെ നേരിടാൻ ഒരു പ്രതിശക്തിയായി വളർന്നു വരിക എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതില്ല. നമുക്ക് രാഷ്ട്രീയ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട്. ഭരണഘടനാപരമായി നമുക്ക് നൽകപ്പെട്ട അവകാശാധികാരങ്ങളുണ്ട്. അവ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഇന്ത്യയുടെ പരമാധികാരവും ജനാധിപത്യവും മതേതരത്വവും നഷ്ടപ്പെട്ടു പോകുന്നിടങ്ങളിൽ ശബ്ദമുയർത്താനും പട്ടിണിപ്പാവങ്ങളോടൊത്ത് നിലകൊള്ളാനും നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒരു ബാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് പ്രേക്ഷിത ദൗത്യം എന്താണെന്നറിയണം. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് അത് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയണം. ഇതിന് ഉത്തരേന്ത്യ പോകണമെന്നില്ല, ഇവിടെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവത്തിൽ സഭാത്മകമായ ഒരു കൂട്ടായ്മയുടെ ബോധത്തിൽ നമുക്ക് വളരാൻ പറ്റുക. അതിനാവശ്യമായ ദൈവകൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.